അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികളിൽ അൽഹംദുലില്ലാ ഒരു വിഭാഗം കൂട്ടായ്മ, സ്നേഹ കൂട്ടായ്മയുടെ വകയായിട്ട് പള്ളികളും പരിസരങ്ങളിലും ഒക്കെ നല്ല ക്യാമറ സംവിധാനങ്ങൾ വന്നു. അൽഹംദുലില്ലാ, നല്ലതാണ്, ശ്ലാഘനീയമാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ വരണം. ഇനിയുള്ള കാലഘട്ടത്തിൽ പള്ളികളും വരണം, മദ്രസകളും ഒക്കെ അങ്ങനെ വരണം. അപ്പൊ ക്യാമറ സംവിധാനങ്ങൾ ഇപ്പൊ പള്ളിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആരും വന്ന് പിന്നെ ഉടായ്പ എടുക്കൂല. ക്യാമറ കണ്ടു കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര ഭവ്യതയാണ്. ക്യാമറ ഇല്ലാതെ അവിടെ കാണാതെ ഒരുത്തൻ അവിടെ കിടക്കുന്ന 500 രൂപ ഉണ്ടാല് എന്ത് ഹളറമി തങ്ങളാണെന്നാലും ശരി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതൊക്കെ പോക്കറ്റിലോട്ട് ഇടാൻ നോക്കും. അങ്ങനെ ഇടാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും മുകളിൽ ഇങ്ങനെ ഒരു മിന്നാമിനിങ് വെളിച്ചം. ഇത് കണ്ടു കഴിയുമ്പോൾ പതുക്കെ ക്യാമറയോട് പറയാം, തിരിച്ചു വെച്ചേക്കാം, പതുക്കെ അവിടെ തന്നെ ഇട്ടേക്കാം. ഒരു മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നോക്കാൻ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു വാച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചെരുപ്പ് കിടക്കുന്നു. അതൊക്കെ മുമ്പ് പോവായിരുന്നു, മോഷണം പോവായിരുന്നു. അപ്പം നിമ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ചെരുപ്പ്. ആ ചെരുപ്പ് പതുക്കെ എന്ത് ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ക്യാമറ അവിടെ. ക്യാമറ കണ്ടാൽ പിന്നെ എടുക്കൂല, അല്ലേ? അങ്ങനെയാണല്ലോ. നമ്മൾ പള്ളി മാത്രമല്ല, ഇപ്പൊ നമ്മുടെ പള്ളി ക്യാമറ സംവിധാനം വന്നതുകൊണ്ടാണ്. വലിയ വലിയ മാളുകളാകട്ടെ, എവിടെ ആയിക്കോട്ടെ, മനുഷ്യൻ എവിടെ പോയിരുന്നാലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പേടിക്കും. എല്ലാവർക്കും പേടിയാണ്. അല്ലാഹ്, കുടുങ്ങിയത് തന്നെ, കേസാകും, വിഷയാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ആദരവും ബഹുമാനവും വളരെ വലുതാണ്. ഒരാൾ ക്യാമറ വെച്ചിട്ട് നമ്മളൊന്ന് ഫോട്ടോയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ നല്ല പോസ് ചെയ്ത് കൊടുക്കും. അല്ലാത്തപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ചിരിച്ചും കളിച്ചു നിൽക്കും. ഏതുപോലെ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നവന്റെ മുന്നിലൂടെ ലൈറ്റും തെളിച്ചുകൊണ്ട് ക്യാമറമാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവന്റെ അതവ് കണ്ടാൽ അവനെ വലിയ വിലായത്തിന്റെ പട്ടം കൊടുക്കാൻ തോന്നും. കാരണം അത്ര മര്യാദക്കാരനായിട്ട് അവൻ നിൽക്കുന്നതും. ഒരു ഉരുള ചോറ് പോലും വായിലേക്ക് വെക്കാതെ വളരെ മര്യാദയോടുകൂടി അവൻ നിൽക്കാൻ. ഈ ക്യാമറമാൻ ലൈറ്റ് ഒന്ന് അപ്പുറത്തോട്ടൊന്ന് വന്ന് ഇവന്റെ മുഖത്തുനിന്നൊന്ന് സ്വല്പം ഒന്ന് മാറിയാൽ അടുത്തിരിക്കുന്നവന്റെ ഇലയിലെ പപ്പടം വരെ അടിച്ചുകൊണ്ട് പോകുന്ന ടീമായ. ഒരു സെക്കൻഡ് മാറിയാൽ മതി, ലൈറ്റ് അവിടുന്ന് വരുന്നത് കാണുമ്പോഴേ ഭയങ്കര ഇക്റാമും ബഹുമാനവും. കഴിക്കുന്ന പോലും ഇല്ല, വളരെ ഇത് പോയിട്ട് മതി എന്നുള്ള രീതിക്ക് നിൽക്കാൻ. ഇത് സ്വാഭാവികമായിട്ട് മനുഷ്യ സഹജമാണ്. എല്ലാവരുടെയും പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. കാരണം ഈ വീട്ടുകാരൻ പിന്നീട് ഈ ക്യാമറയിൽ നോക്കി ഷൂട്ടിങ് കാണുമ്പോഴത്തേക്കും ഇല്ല ഹൈവാൻ വന്ന് വല്ലാത്ത പിടുത്തമായിരുന്നല്ലോ എന്ന് തോന്നരുത് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ അതവും ഗുരുത്വത്തോടു കൂടിയും ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന മനുഷ്യൻ ക്യാമറ കണ്ടപ്പോൾ അവന് വളരെ മാന്യമായി, അല്ലേ? എന്നാൽ മനുഷ്യൻ അറിയാത്ത 5 ക്യാമറകൾ ഈ ലോകത്തുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അറിയണം. ഒന്നാമത്തെ ക്യാമറ ആരാണ്? അല്ലാഹു ആണ്. ഫസ്റ്റ് ക്യാമറ അല്ലാഹു ആണ്. എല്ലാം ഒപ്പം, ഒന്നും വിട്ടുപോകൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. മനുഷ്യ, മാനവാ, നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നീ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാകുന്ന സർവകാര്യങ്ങളും വിളിച്ച് പറയുന്നവനാ, അറിയുന്നവനാ അല്ലാഹ്. ഇന്നല്ലാഹ യഅലമു അല്ലാഹുവിനെ മറക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. പക്ഷെ ആ ക്യാമറയാകുന്ന ലോകോത്തര ക്യാമറയെ നമ്മൾ മറന്നിട്ടാണ് ഈ തെറ്റ് ചെയ്യുന്നത്. തെറ്റ് ചെയ്യുന്നതാകുന്ന മനുഷ്യൻ അവൻ റബ്ബിനെ ഓർക്കണമെന്നാണ്. റബ്ബിനെ ഓർക്കണം. ഓർത്താൽ പിന്നെ അവൻ തെറ്റ് ചെയ്യൂല. അവന്റെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാവണം. അവനാണ് യഥാർത്ഥ മുഅ്മിൻ, അവനാണ് യഥാർത്ഥ മുത്തഖി. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته
زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സച്ചരിതരാകുന്ന റബ്ബിന്റെ അടിമകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ കുറിച്ച് ഖുർആൻ അടിവരയിടുകയാണ്. ആരാണ് മുഅ്മിൻ? പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടവരെ, മാന്നാറി രമത്തൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആൻ ഉറപ്പെടുത്തുകയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീൻ ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ, ആ വാക്കങ്ങ് കേൾക്കുമ്പോൾ തന്നെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം നടുങ്ങുന്നവനാണ്, പേടിക്കുന്നവനാ യഥാർത്ഥ മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു ഈമാനാ. അവർക്ക് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ, ആയത്തുകൾ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവർ അല്ലാഹുവിലേക്ക് അടുക്കുന്ന നിലയ്ക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ആ ആയത്ത് ഓതി കേട്ടിട്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്നവരാണ്. അല്ലാഹുവിന്റെ ഖുർആനിക വചനങ്ങളെ, ദൃഷ്ടാന്തങ്ങൾ ഓതപ്പെട്ടാൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നതാണ്. അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. തീർന്നില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ പടച്ച റബ്ബിന്റെ മേൽ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കുന്നവനും മുഅ്മിനത്രേ. എന്നെ നമ്മളെല്ലാം ഇലാഹായ തമ്പുരാനിലേക്ക് ഏൽപ്പിക്കുകയാ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നവർ അവർ യഥാർത്ഥ മുഅ്മിനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി ഇനിയും പറയുന്നുണ്ട്, ഇനിയുണ്ട് ഖുർആൻ. ഇപ്പൊ 3 ക്വാളിറ്റി പറഞ്ഞു. ഒന്ന്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഹൃദയം നടുങ്ങും, വിറയ്ക്കും. രണ്ടാമത്തത്, ഖുർആനിക ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ഈമാനികമാകുന്ന പരിവർത്തനമുണ്ടാകും, ഈമാൻ അധികരിക്കും. 3, മുഅ്മിനായ മനുഷ്യന്റെ ക്വാളിറ്റി വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ റബ്ബാകുന്ന, സൃഷ്ടികർത്താവാകുന്ന അല്ലാഹുവിന്റെ മേൽ സർവ്വ കാര്യങ്ങളും പരമേൽപ്പിക്കുന്നവരാണ്. റബ്ബിന്റെ മേൽ തവക്കുലാക്കും. തീർന്നില്ല, ഖുർആൻ വീണ്ടും പറയാം. الذين يقيمون الصلاة ومما رزقناهم ينفقون. നമസ്കാരങ്ങൾ നിലനിർത്തുന്നവനാണ്. നമസ്കാരം കൃത്യമായി ബാങ്ക് വിളിച്ചാൽ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നവൻ അവൻ മുഅ്മിനാണ്, വിശ്വാസിയാണ്. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. തീർന്നില്ല, ഖുർആൻ പറയുകയാണ്
പറയുകയാണ് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന്, നാം അവർക്ക് കൊടുത്ത സമ്പാദ്യത്തിൽ നിന്ന് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ്, പാവപ്പെട്ടവർക്ക് ചെലവഴിക്കുന്നവനാണ്, ദീനീ കാര്യങ്ങൾക്ക് ചെലവ് നടത്തുന്നവരത്രേ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഈ പറഞ്ഞ ക്വാളിറ്റികൾ ഉള്ളവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അറിയണേ, അല്ലാത്തവർ ആധാർ കാർഡിൽ മാത്രം മുസ്ലിമാണ്, റേഷൻ കാർഡിൽ മാത്രം മുസ്ലിമാ, പാൻ കാർഡിൽ മാത്രം മുസ്ലിമാണ്. ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഖുർആൻ പറയാണ് ആര് ആര് അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം വിറയ്ക്കും. വിറയ്ക്കുന്നുണ്ടോ? ഒരു വിറയില്ല. ഒരു വിറയില്ലെങ്കിൽ മനസ്സിലായിക്കോ, കഴിഞ്ഞ്. അല്ലാഹു നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനാണെങ്കിൽ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. സലീം സാഹിബ് പോരെ? അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. ഖുർആൻ പറയുന്നു അവർക്ക് സമുന്നതമായ പദവികളാണ്. തീർന്നില്ല. വറിസ്ഖുൻ കരീം. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വ വെച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിലേക്ക് തവക്കുലായി മുറിഞ്ഞ് ജീവിക്കുന്നവർക്ക്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതായ ഗുണഗണങ്ങൾ അള്ളാഹു അവർക്ക് റിസ്ഖ് വിശാലമാക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. ഇവിടെ നമ്മുടെ വിഷയം ഒന്നാമത്തെ ആ ഭാഗമാണ്. 5 ക്വാളിറ്റികൾ ഖുർആൻ പറഞ്ഞു. മുഅ്മിനാകണമെങ്കിൽ ഒന്ന്, റബ്ബെന്ന് കേൾക്കുമ്പോൾ, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം നടുങ്ങണം. അതാണ് നമ്മുടെ വിഷയം. അത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ആയത്ത് പൂർത്തീകരിച്ചു എന്ന് മാത്രം. മുഅ്മിനിന്റെ ക്വാളിറ്റി എത്ര? ഒന്ന്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം നടുങ്ങണം. 2 ഏതാണ്? ശ്രദ്ധിക്കുന്നുണ്ടോ? വേറെ ഹാലില്ലാന്ന് തോന്നുന്നു. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഖുർആനിക വചനങ്ങൾ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഈമാനികമാകുന്ന പ്രഭയുണ്ടാകും, ഈമാൻ വർദ്ധിക്കും. രണ്ടാമത്തെ വിഭാഗം അവരാണ്. ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവർ. അങ്ങനെ വർദ്ധിക്കുന്നില്ലേ, നമ്മൾ യഥാർത്ഥ മുഅ്മിനല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 3 ഖുർആൻ പറയുന്നു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ മേൽ, അവന്റെ റബ്ബിന്റെ മേൽ പരിപൂർണമായി തവക്കുലായി ജീവിക്കുന്നവരാണ്. എല്ലാം റബ്ബിലേക്ക് തവക്കുലാക്കുന്നവരാണ്, പരമേൽപ്പിക്കുന്നവരാണ്. കസേര മക്കളെ വെളിയിലിട്ട് അവിടെ സ്ഥലമുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ ഈ നടുക്കം കിട്ടോ, ഞാനും പോകണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ടിലോട്ടും ഉണ്ട്. ഇവിടെ 1-2 കസേര വേണേ ഇടാം. കുറച്ച് തഖ്വയുള്ള അഹ്ലുകാരൊക്കെ അടുത്തിരിക്കുകയും ചെയ്യാം. അറിയാം, റോഡിൽ പോയിരുന്ന അവരെ ഒന്നും കാണുന്നുമില്ല. സ്ത്രീകളുടെ ഭാഗത്തായിരിക്കും അല്ലേ? അങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ റബ്ബിലേക്ക് തവക്കുലേൽപ്പിക്കുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം അവരാണ്. 4 നമസ്കാരം കൃത്യത വെക്കുന്ന ആളുകൾ. മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റി വേണം. അല്ലാതെ ഞാൻ മോമിനാന്ന് പറയാൻ പാടില്ല. അതായി പറയുന്നത്, മോമിൻ എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റികൾ ഉള്ളവനെ എന്താവുള്ളൂ, മോമിനാവുള്ളൂ. അല്ലാത്ത മോമിനല്ല. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങണം, പേടി വരണം. ഖുർആനിക ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവനാകണം. അള്ളാഹുവിന്റെ മേൽ തവക്കുലായി ജീവിക്കുന്നവനാകണം. ഒരാശങ്കയില്ല, ഇനി അവിടുന്ന് അടുത്ത കൊറോണ കണ്ടു, അടുത്ത വൈറസ് വരുന്നു, ഒരാശങ്കപ്പെടുന്നില്ല. റബ്ബിനെ തവക്കുലാക്കി ജീവിക്കാൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾ.
നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ളതാണല്ലോ വിശ്വാസം. അതാണ് ഈമാനിക വിശ്വാസം. ആ വിശ്വാസം നമുക്ക് വരണം. നമുക്ക് നന്മ വരുമ്പോൾ മാത്രം റബ്ബിൽ നിന്ന്, തിന്മ ഒന്ന് വഹബിയാണ്, മറ്റൊന്ന് കസബിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ വിലായത്ത് നിശ്ചയിച്ചിട്ടുള്ളതാകുന്ന ചില ആളുകളുണ്ട്. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ജനിക്കുമ്പോഴേ അവർ വിലായത്തിന്റെ മർത്തബയിലാണ്. അതുകൊണ്ടാണ് അവർക്ക് വലത്ത് 70 പേരെ നിർത്തി, ഇടത്ത് 70 പേരെയും അതേപോലെ നിർത്തി. വലത്ത് നിർത്തിയതാകുന്ന ആളുകളിൽ 1 മുതൽ 70 വരെയുള്ളവരെ ഒറ്റ നോട്ടം ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ആ നോക്കപ്പെട്ട ആളുകളെല്ലാവരും തന്നെ വിലായത്തിന്റെ അഹ്ലുകാരായി, ഔലിയാക്കളായി മാറി. ഒറ്റ നോട്ടം കൊണ്ട് ഒന്ന് നോക്കിയതോളൂ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണൊന്ന് പായിച്ചു. ഇടത്ത് നിർത്തി 70 പേരെയും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി. 70 പേരും വിലായത്തിന്റെ അഹ്ലുകാരായി. 140 പേര് ഹിദായത്ത് കൊടുക്കുക. ഒറ്റ നോട്ടം കൊണ്ട് ഹിദായത്ത് കൊടുക്കാൻ അങ്ങനെ സാധിക്കുമോ? ഒന്ന് സാധിക്കും. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസതൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. ഇതാണ് ഉസൂലുൽ ഖാഇദ. പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതാകുന്ന എന്തെല്ലാം കഴിവുകളുണ്ടോ അവർക്ക് അമാനുഷികമായി അള്ളാഹു കൊടുത്തിട്ടുള്ള സർവ്വ കഴിവുകളും ഔലിയാക്കൾക്ക് കറാമത്ത നിലയ്ക്ക് ഉണ്ടാവാം. അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇല്ലൽ ഖുർആൻ, ഖുർആൻ ഒഴികെ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്താകുന്ന മാനുഷികമായ കഴിവാണ്. അതിന് വേറൊരാൾ കൊണ്ടുവരൂല. അതൊഴിച്ച് ബാക്കിയുള്ള സർവ്വതും അമ്പിയാക്കൾക്കുണ്ടായിരുന്ന ഏതെല്ലാം കഴിവുണ്ടോ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ലേ ഇവിടെ മഹാന്മാർ. അങ്ങനെ തുടങ്ങിയ എല്ലാ കഴിവും ഔലിയാക്കൾക്കും പറ്റും, അതിന് സാധിക്കും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും ആചാരവും. അത് തന്നെയാണ് പണ്ഡിതന്മാരുടെ ഇജ്മാഅാണ് ആ വിഷയത്തിൽ. ഐക്യത്തോടുകൂടി എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള വസ്തുതയാണ്. നോക്കിയിട്ട് പറയും, വയറ് നോക്കിയിട്ട് പറയും. അങ്ങനെയാണ്. ഉടുപ്പൊന്നും പൊക്കി കാണിക്കണ്ട, തുണിയൊന്നും മാറ്റി കാണിക്കണ്ട, ജസ്റ്റ് ആളെ ഒന്ന് കണ്ടാൽ മതി. സ്കാനിങ് ആണ്, ഫുൾ സ്കാൻ ചെയ്തിട്ട് പറയും എൻ്റെ വയറ്റിൽ ഇന്ന കിടപ്പില്ല, അമീനെ ഇപ്പോൾ പോയി ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വന്നേല്ലേ, ഓംലേറ്റ് അടിച്ചിട്ട് വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. ആര്? ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കും. നബി നമ്മോട് തിരിച്ചറിയിക്കുക, എത്ര പേരുണ്ട് ഇവിടെ കൈ ഒരിക്കുന്നത് കാണിച്ചു കൊടുക്കണം. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. മതി 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 മോനെ. കൈ പൊക്കിയവർക്ക് സമ്മാനമൊന്നുമില്ല. അവൻ പിന്നെ പൊതിയൊക്കെ നാളെ ഉള്ളൂ. അവനോർത്ത് ഇനി കയ്യിലോട്ട് പൊതിയെല്ലാം തരുന്നെങ്കിൽ. ഇന്ന് പൊതിയൊന്നുമില്ല, ഇന്നുള്ളി വയല് മാത്രം. വേഗം ഇൻഷാ അല്ലാഹ് 11 മണിയാകുമ്പോൾ നമുക്കെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പോകണം. സമയം കഴിയാറായി. വേഗട്ടെ, ഇവിടെ ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ ക്യാമറ റഖീബ് അതീദ് അലൈഹിമുസ്സലാം. 2 മലകളുണ്ട്. ഇതൊക്കെ പണ്ട് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചപ്പോൾ ഒന്ന് കേട്ടതാണ്. പിന്നെ നമുക്കൊരു ചിന്തയേ ഇല്ല ഇങ്ങനെ 2 പേരുണ്ട് എന്ന്. ഇതൊക്കെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാ. ഖുർആൻ പറഞ്ഞാൽ അതിനെ വിശ്വസിച്ചോണം. അവിശ്വസിക്കുന്നവൻ കാഫിറാൻ. ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ അവൻ കാഫിറാവും. നേരം വിളിക്കാനൊന്നുമില്ല, ആരും സർട്ടിഫിക്കറ്റ് തരണ്ട. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا رسول الله صلى الله عليه وسلم. മലക്കുകൾ എഴുതിയതൊക്കെ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ മലക്ക് രേഖപ്പെടുത്തും. മലക്ക് രേഖപ്പെടുത്താൻ പറയും നിന്നോട്. നീ സ്വന്തമായിട്ട് ഇരുന്ന് എഴുതണം. എവിടെ? എരമത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ. നിന്നെ അല്ലാ ഒരുപാട് ആളുകൾ, റൂഹേ ബയാൻ കുടുംബാദികൾ ഈ മജ്‌ലിസിലുള്ളവരുണ്ട്, ഈ സദസ്സിൽ തന്നെ ലൈവായി കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും അവരവനാൽ കഴിയുന്ന ഒരു തുക ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ.
എത്രയെത്ര ചെറുപ്പക്കാരാണ്, ചെറിയ മക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. ഈ മാനാറിനെ തന്നെ നടുക്കിയതാകുന്ന മരണം. മുഹമ്മദ് ഇർഫാൻ എന്ന പൊന്നുമോന്, ഒരു കൊച്ചുകുട്ടി പോലും മരണപ്പെട്ടു പോയില്ലേ? ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയും ഉമ്മയും ഒന്ന് കണ്ടു. അല്ലാഹുവേ, അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ, നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഈ സമയത്തും ഹൃദയം വല്ലാതെ നടുങ്ങുകയാണ്, ഹൃദയം വല്ലാതെ വിറക്കുകയാണ്. മക്കളെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ കണ്ണീരോടുകൂടി നിലകൊള്ളുന്ന മാതാപിതാക്കൾ, അല്ലാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഏത് സമയത്താണ് എവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പറയാൻ പറ്റൂല. മാന്നാർ ടൗൺ പള്ളിയിൽ ഈ വിനീതൻ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് റബീഉൽ അവ്വൽ പ്രഭാഷണത്തിൽ വരുമ്പോഴൊക്കെ ആ പൊന്നുമോൻ വന്നുകൊണ്ട് ഉസ്താദേ എനിക്ക് ഹാഫിളാകണം, എനിക്ക് ആലിമാകണമെന്ന് പറഞ്ഞ് എപ്പോഴും വാപ്പയോടൊപ്പം വന്നുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറുള്ള മകനാണ്. ഒരുപാട് അലിമീങ്ങളും സാദാത്യങ്ങളുമായിട്ട് ബന്ധമുള്ള കുടുംബമാണ്. എന്നിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നുമോനെ കൊണ്ടുപോയില്ലേ അവന്റെ ചാരത്തേക്ക്? ഇത് റബ്ബിന്റെ വിധി മാത്രമാണ്, അത് പടച്ച റബ്ബിന്റെ വിധി മാത്രമാണ്. നന്മയിൽ ജീവിക്കുന്ന, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്ന, ബുർഉദ്ദാഇനെ ഇഷ്ടപ്പെടുന്ന, ഹബീബായ നബി തങ്ങളെ പ്രേമിച്ചുകൊണ്ട് അനുരാഗത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് പ്രവാചക പൊങ്കവനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പൊന്നുമോനെ ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക്, അല്ല അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അവൻ കൊണ്ടുപോയതിൽ അതിശയോക്തിയില്ല. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരായ യുവാക്കളെ, ഞാനും നിങ്ങളും മരണത്തെക്കുറിച്ച് ഒരു വേളയൊന്ന് ചിന്തിക്കണം. ഈ രമത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ എത്രയെത്ര പൂർവ്വസൂരികൾ അന്തിവിശ്രമം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളില്ലേ, നമ്മുടെ കൂട്ടുകുടുംബാദികളില്ലേ, നമ്മുടെ ബന്ധുമിത്രാദികളില്ലേ, നമ്മുടെ സഹോദരങ്ങളില്ലേ, നമ്മുടെ സുഹൃത്തുക്കളില്ലേ, നമ്മുടെ അയൽവാസികളായി നമ്മളോടൊപ്പം എപ്പോഴും സൊറ പറഞ്ഞിരുന്ന, വൈകുന്നേര സമയത്ത് അരമതിലിന്റെ ചാരത്ത് വന്നിരുന്നുകൊണ്ട് നിന്നോട് കഥ പറഞ്ഞിരുന്ന എത്രയെത്ര ഉമ്മമാര്, എത്രയെത്ര ചെറുപ്പക്കാരികളാണ് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്നത്. എത്രയെത്ര ആളുകളുടെ മുഖത്തേക്കാണ് പിടിമണ്ണ് വാരിയിട്ടത് ചെറുപ്പക്കാരാ. എന്നിട്ടും നിനക്ക് മരണത്തെ കുറിച്ച് ചിന്തയില്ലാതെ പോയോ? ഈ അടുത്തടുത്ത് എത്രയെത്ര സിനിമാ നടന്മാരാണ്, നടിമാരാണ് മരണപ്പെട്ടു പോയത്. ആരാണ് മരിക്കാത്തത്? ലോകം കണ്ട് വിറപ്പിച്ചതാകുന്ന ഫിറഔൻ പോയില്ലയോ? ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ഹിറ്റ്ലർ മരണപ്പെട്ടു പോയില്ലയോ? നമ്രൂദ് മരണപ്പെട്ടു പോയില്ലയോ? മരണത്തിന് കീഴടങ്ങാത്തത് ആരാണ്? ചെറുപ്പക്കാരാ. എല്ലാ സ്വേച്ഛാധിപതികളും എല്ലാ ഏകാധിപതികളും മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നാണയത്തിന്റെ മറുവശത്ത് ഫോട്ടോ പതിച്ചതാകുന്ന ആളുകൾ വരെ ഇന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഒരാൾ പോലും ജീവിച്ചിരിക്കുന്നില്ല. മാക്സിമം 100 വയസ്സ്, അല്ല 150 വയസ്സ്, അതിനപ്പുറത്തേക്ക് ആയുസില്ലാത്ത കാലഘട്ടം. ചിന്തിക്ക് മനുഷ്യ, നീ എന്താണ് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് രഹസ്യമായ രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ വീഴ്ച നടത്തി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, പാതിരാത്രി സമയത്ത് ഭർത്താവ് അറിയാതെ കാമുകനെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ടുകൊണ്ട് അവനെ വിളിച്ചു കയറ്റി അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉളുപ്പില്ലാതെ നാണമില്ലാതെ വെമ്പൽ കൊള്ളുന്ന പെങ്ങളെ, മാനാറിലുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, എന്തേ നിനക്ക് പറ്റിപ്പോയി? നീ എന്തേ സയ്യിദവറുകളെ മറന്നുപോയോ? ആത്മീയതയുടെ പ്രഭ നിങ്ങൾക്ക് വാരി വിതറിയ നിന്റെ മാതാപിതാക്കളെ ഈമാനികമാകുന്ന പ്രഭയിലേക്ക് കൊണ്ടുവന്ന, ആത്മീയമാകുന്ന ജാലയിലേക്ക് എത്തിച്ച നിന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബാദികളെ ജീവസുറ്റതാകുന്ന പ്രഭാപുരത്തിലേക്ക് കൊണ്ടുവന്നതാകുന്ന ഈ മഹാന്മാര് ജീവിച്ചിരിക്കേ, അവർ ഖബറിലാണെങ്കിലും അവർ ജീവിച്ചിരിക്കുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കേ തെറ്റ് ചെയ്യാൻ പെങ്ങളെ നിനക്കെങ്ങനെയാണ് തോന്നിയത്? ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് തോന്നിയത്? പാതിരാത്രി സമയം മാത്രമല്ല, പകലിൻ്റെതാകുന്ന സമയങ്ങളിൽ പോലും കള്ളു കുടിക്കുന്നവരില്ലയോ? ലഹരി നുണയുന്നവരില്ലയോ? കഞ്ചാവിനടിമപ്പെട്ട ചെറുപ്പക്കാരില്ലയോ? ഡ്രഗ്സിനടിമപ്പെട്ട ആളുകളില്ലയോ? അത്തരത്തിലുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്യരുത്, അത് വിൽക്കരുത്, അത് കൊടുക്കരുത് എന്ന് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ വരെ രഹസ്യമായി നാവിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ വരെ നമസ്കരിക്കാൻ മടിയില്ലാതെ കടന്നു വരാ തയ്യാറാകുന്ന ചെറുപ്പക്കാരായ യുവാക്കളെ, നിനക്കെന്ത് പറ്റിയടാ? നീ എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ വഞ്ചിക്കുന്നത്? ആ ഭാര്യ നിനക്ക് നൽകിയ സ്നേഹം എത്ര വലിയ ലാളിത്യത്തിന്റെ ആയിരുന്നു, എത്ര വലിയ സത്യത്തിന്റെ ധൂപമായിരുന്നു. ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നീ മോശമായ രീതിയിൽ
രീതിയിൽ അന്യ സ്ത്രീകളുമായി ചാറ്റിങ് നടന്നില്ലയോ? നിന്റെ മൊബൈൽ ഫോൺ അതിന് വില്ലനായില്ലയോ? നീ അള്ളാഹുവിനെ മറന്നുപോയോ? അള്ളാഹുവിന്റെ റസൂലിനെ മറന്നുപോയോ? ആ പ്രവാചകർ മുഖേന ഈ ലോകത്തേക്ക് ദഅവത്തുമായി കടന്നു വന്നതാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധം നിനക്ക് മറന്നുപോയോ? എന്തേ ചെറുപ്പക്കാരാ നിനക്ക് സംഭവിച്ചു പോയത്? അതുകൊണ്ട് നീ മരണത്തെ കുറിച്ച് ഒരു വേളയൊന്ന് ചിന്തിക്കണം. എല്ലാം അസ്തമിക്കുകയാണ് മരണത്തിലൂടെ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് പോവുകയാണ്. ഇനി ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരില്ല. ഇനി നിന്റെ കൂട്ടുകാരിലേക്ക് അടുക്കാൻ പറ്റൂല. നിന്റെ മാതാപിതാക്കളെ ചീത്ത വിളിച്ചത്, നിന്റെ കൂട്ടുകാരെ തെറി വിളിച്ചത്, നീ സമൂഹത്തിൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയത്, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞത്, അയൽവാസികളെ കുറിച്ച് മോശത്തരം പറഞ്ഞു നടന്നത്, നമീമത്തിൽ ഏർപ്പെട്ടത്, കളവ് നടത്തിയത്, കളവ് മുതൽ മറ്റുള്ളവരുമായിട്ട് കൂടിക്കലർന്നുകൊണ്ട് ഭക്ഷിച്ചത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നീ മരിച്ചങ്ങ് കബറിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ അതാ ഒരു മലക്ക് കടന്നു വരുകയാണ്. ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് ഉക്തുബ അമലക ഉക്തുബ അമലക. അല്ലയോ അല്ലാഹുവിൻ്റെ അടിമേ, നീ നിന്റെ അമലുകളെ മുഴുവൻ രേഖപ്പെടുത്തണേ. അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്താണ് രേഖപ്പെടുത്താനുള്ളത്? ഖബറിനകത്ത് വന്നിരിക്കുന്ന മനുഷ്യനോട് 25, 35, 45, 50, 60, 70, 90, 100 കൊല്ലമൊക്കെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് മോശമായ രീതിയിൽ കണ്ടുകൊണ്ടുപോയി, മോശമായ രീതിയിൽ കാതുകൊണ്ടുപോയി, സിനിമാറ്റിക് ഡാൻസുകൾ കണ്ടുകൊണ്ട്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട്, അശ്ലീല ലോകത്തേക്ക് കൈകൾ കൊണ്ടുപോയി, സിനിമാ ടാക്കീസിലേക്ക് കാലുകൾ കൊണ്ട് നടന്നുപോയി, അങ്ങനെ ഹറാമിലൂടെ ചിന്തിച്ച്, ഹറാമ പ്രവർത്തിച്ച്, ഹറാമായ രീതിയിൽ നടന്നു നീങ്ങിയതാകുന്ന മനുഷ്യൻ അവൻ ഖബറിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്താണ് എഴുതേണ്ടത്? മാമഈ ദവാതുൻ വലാ ഖിർതാസ്. ഖബറിനകത്ത് നിന്നുകൊണ്ട് റഹ്മാൻ എന്ന മലക്ക് വിളിച്ചുണർത്തിയതാകുന്ന മനുഷ്യൻ പെങ്ങളെ പറയുകയാണ്, എൻ്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എൻ്റെ കയ്യിൽ മഷിയില്ല. മാമഈ ദവാതുൻ വലാ ഖലമുൻ വലാ ഖിർതാസ്. എഴുതാനുള്ള പേനയില്ല, എഴുതാനുള്ള കടലാസില്ല, എഴുതാനുള്ള മഷിയില്ല. അപ്പോഴാണ് അവനോട് മലക്ക് പറയുന്നത്, കലമുക ഖിർതാസുക കലമുക കലമുക ഖിർതാസുക വമിദാദുക റീഖുക വയസ്ബഉക കലമുക. നിന്റെ പേന എന്ന് പറയുന്നത് നിന്റെ വിരലിന്റെ തുഞ്ചമാണ്, നിന്റെ കഫൻ പുടവയാണ് നിനക്കുള്ളതാകുന്ന പേപ്പർ എന്ന് പറയുന്നത്. നിന്റെ വിരലിന്റെ തുഞ്ചം കൊണ്ട് നിന്റെ വായിലൂടെ ഓടിക്കളിക്കുന്ന ഉമനീരിലേക്ക് വിരലെന്ന് വെച്ചിട്ട് ആ ഉമനീര് മഷിയാക്കിയിട്ട് നിന്റെ കഫംപുടയിലേക്ക് നീ ചെയ്ത അമലുകൾ മുഴുവനും രേഖപ്പെടുത്താൻ അവനോട് പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇത് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇത് പഠിപ്പിച്ചത് ഹബീബാണ്, ഇത് രേഖപ്പെടുത്തി വെച്ചത് ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിൽ 8-ാം പേജിലാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഇത് ഖബറിൽ സംഭവിക്കുന്നതാണ്. അവൻ രേഖപ്പെടുത്താൻ വേണ്ടി ഓർക്കുകയാണ്, അല്ലാഹ് ഞാൻ എന്തൊക്കെ തെറ്റാണ് ചെയ്തു പോയത്. അപ്പോഴാണ് അവന്റെ ചെറുപ്പം മുതൽ അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്തു വെച്ചതാകുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. അവന്റെ ചെറുപ്രായത്തിൽ മുതൽ അവൻ ചെയ്തതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും കടന്നു വരുകയാണ്. അന്യന്റെ മുതൽ കട്ടെടുത്തത്, പള്ളിയിൽ പോയപ്പോൾ ചെരിപ്പടിച്ച് മാറ്റിയത്, പള്ളിയിൽ നിറങ്ങുമ്പോൾ ഇമാമിന്റെ മൊബൈൽ ഫോൺ അറിയാതെ പോക്കറ്റിലിട്ട് പോകുന്നത്, അതിന്റെ സിമ്മോരി വലിച്ചു മാറ്റിയത്, അങ്ങനെ തുടങ്ങി ചെറുപ്പത്തിൽ മുതൽ അവൻ ചെയ്തു വെച്ചതാകുന്ന എല്ലാ കളവിന്റെ ശീലങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് വരുകയാണ്. യജമാനെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചത്, മുതലാളി അറിയാതെ ഗൾഫിൽ നിന്ന് അറബി യത്തീംഖാനയിലാക്കിയിട്ട് കിട്ടിയതാകുന്ന നാണയക്കുട്ട് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് സുന്ദരമായ വീട് വെച്ചുകൊണ്ട് വലിയതാകുന്ന ഗളവളപ്പിൽ പളവളപ്പിൽ വിരാജിച്ച്
കാണിച്ചത്. ജനം മുഴുവനും ഞെട്ടുന്ന രീതിയിൽ മാന്നാറിൻ്റെ ടൗണിൻ്റെ പരിസരത്ത് എല്ലാവരും അന്താളിക്കുന്ന വിധത്തിൽ മനോഹരമായ ബിൽഡിംഗ് സൗധം പണിതത്, അവിടെ മനോഹരമായ കച്ചവടം തീർത്തത്, അല്ലെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിലിട്ട് പലിശക്കിട്ടിട്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ജീവിതത്തിൽ അവൻ ചെയ്ത സർവ്വ തെറ്റുകളും, അവൻ കള്ളു കുടിച്ചത്, അവൻ വ്യഭിചരിച്ചത്, അവൻ സിനിമ കണ്ടത്, അവൻ സീരിയൽ കണ്ടത്, പാതിരാത്രി സമയത്ത് ആരോരും അറിയാതെ ഇന്റർനെറ്റ് കണക്ഷൻ, വൈഫൈ കണക്ഷൻ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്തത് വിദ്യാഭ്യാസത്തിനാണ് എങ്കിൽ വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ രഹസ്യമായി ആ വൈഫൈ നെറ്റിലൂടെ മോശപ്പെട്ട തലത്തിലേക്ക് തൻ്റെ കണ്ണുകൊണ്ടുപോയത്, തൻ്റെ കാമുകനുമായി വീഡിയോ കോൾ ചാറ്റ് ചെയ്തത്, എല്ലാം അവൾ ഓർക്കുകയാണ്, എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വരുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തു വെച്ചതാകുന്ന ഏതൊക്കെ വലിയ തെറ്റുകളുണ്ടോ, ഏതൊക്കെ ചെറിയ തെറ്റുകളുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ലേ? ആ തെറ്റുകൾ മുഴുവനും ഓരോന്നോരോന്നായി രേഖപ്പെടുത്തുകയാണ്. സിഗരറ്റ് വലിച്ചത്, സിനിമ കണ്ടത്, മറ്റുള്ളവരെ മോശപ്പെട്ട രീതിയിൽ തിയേറ്ററിൽ കൊണ്ടുപോയി അവൻ്റെ ടിക്കറ്റിൻ്റെ കാശെടുത്തു കൊടുത്തുകൊണ്ട് അവനെയും പിഴപ്പിച്ചത്, എങ്ങനെയാണ് വീട് വലിപ്പിക്കേണ്ടതെന്ന് മറ്റുള്ളവനെ പഠിപ്പിച്ചത്, ഏത് വിരലാണ് ഇടയിൽ വെക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, എങ്ങനെയാണ് വലിക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, ഏത് രീതിയിൽ മൂക്കിലൂടെ ബഫ് വിടാമെന്ന് പഠിപ്പിച്ചത്. ഇങ്ങനെയെല്ലാം നിന്റെ ജീവിതത്തിൽ ചെയ്തതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങൾ മുഴുവനും എല്ലാം നീ അടയാളപ്പെടുത്തുകയാണ്. ഒന്നുപോലും വിട്ടുപോകുകയില്ല. ഒരു വള്ളിപുള്ളി വ്യത്യാസം പോലുമില്ലാതെ നിന്റെ കഫംപുടയിലേക്ക് എല്ലാം രേഖപ്പെടുത്തി വെച്ച് കഴിയുമ്പോ മലക്ക് കടന്നു വരുകയാണ്. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ يقرأ كتابك كفى بنفسك اليوم عليك حسيبا. ഖുർആൻ പറയുകയാണ്, അവൻ രേഖപ്പെടുത്തി വെച്ചതാകുന്ന കഫംപുടയിലേക്ക് എഴുതിയതാകുന്ന അവൻ്റെ പ്രായപൂർത്തി എത്തിയ തലം മുതൽ അവൻ മരണിക്കുന്നത് വരെയുള്ളതാകുന്ന എല്ലാ നന്മ തിന്മകളും അവൻ അക്യുറേറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവനെല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചതാകുന്ന സർവ്വ ഇതും കഫം പുടവ മുഴുവനും ചുരുട്ടിയിട്ട് അവൻ്റെ പിരടിയിലേക്ക് അള്ളാഹു വെച്ചു കൊടുക്കും അത്രേ. അതുമായിട്ടാണ് നാളെ മഹ്ശറിലേക്ക് വരിക. നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ വിവസ്ത്രനാണ്, ഹുഫാതൻ ഉറാതൻ ഉറലാ, മറക്കപ്പുറത്ത് മറച്ചിരിക്കുന്ന പെങ്ങളെ, ശരീരത്തിൻ്റെ ന്യൂനതകളും നഗ്നതകളും മറച്ചു പിടിച്ചിരിക്കുന്ന പെങ്ങളെ, നാളെ നിങ്ങൾ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് തെളിക്കപ്പെടുക. എന്നെയും നിങ്ങളെയും ഹുഫാതൻ ഉറാതൻ ഉറലാ, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെയാണ് ഇന്ന് നിങ്ങൾ 3 തുണ കഫംപുടവ ചുറ്റി നിസ്കാരക്കുപ്പായം ഇടിച്ചു, എല്ലാ നിലയ്ക്കും കഫംപുടവ അടക്കിയതാകുന്ന പെങ്ങളെ, നിന്നെ നാളെ കൊണ്ടുവരുന്നത് ഇതൊന്നുമില്ല. ഹുഫാതൻ ഉറാതൻ ഉറലാ, നഗ്നപാതകരായി, ചെരുപ്പില്ലാത്തവരായി, വസ്ത്രമില്ലാത്തവരായി അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരപ്പെടുമത്രേ. അന്ന് പടച്ചറപ്പിൻ്റെ മുന്നിൽ കൊണ്ടുവരുകയാണ്. അന്നാണ് അവരുടെ കൈകളിലേക്ക് കിതാബ് നൽകുന്നത്. വലത് കൈയിലാണ് നൽകപ്പെട്ടതെങ്കിൽ രക്ഷപ്പെട്ടുപോയി, ഇടത് കൈയിലാണ് എങ്കിൽ വിപത്തായി പോയി. ഈ എഴുതപ്പെട്ടത് സർവ്വതും രേഖപ്പെടുത്തിയിട്ട് കോർവ ചെയ്ത് കിതാബാക്കിയിട്ട് നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ കിതാബ് ഒന്ന് വായിക്കണേ. ദുനിയാവിൽ ഒരുപാട് പൈങ്കിളി പുസ്തകങ്ങൾ വായിച്ചവനല്ലേ? മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി റൂമിലേക്ക് വിട്ടപ്പോൾ ലാപ്ടോപ്പിലൂടെ മൊഞ്ചത്തിയെ കണ്ടുകൊണ്ട് വീഡിയോ ചാറ്റിംഗ് ചെയ്ത ചെറുപ്പക്കാരനല്ലേ? വാപ്പയറിയാതെ ഉമ്മയറിയാതെ അന്യപുരുഷന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് ചെയ്ത പെങ്ങളല്ലേ? കിതാബക്ക്, നിന്റെ ഈ കിതാബൊന്ന് വായിക്കണേ. നിന്റെ ചെറുപ്പകാലഘട്ടം മുതൽ നീ പ്രായാധിക്യ സമയത്ത് ചെയ്തു കൂട്ടിയതാകുന്ന എല്ലാ
എല്ലാ മോശത്തരങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബാണ് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. അന്ന് നിനക്ക് ഏറ്റവും മതിയായത് അതുമാത്രമാണ്. നിന്റെ എല്ലാ അഹങ്കാരങ്ങളും കെട്ടടങ്ങുകയാണ്. നീ വലിയ വ്യക്തിത്വമായി ദുനിയാവിൽ ജീവിച്ചവനാണ്. എല്ലാം സമൂഹത്തിൽ ഇല്ലാതാവുകയാണ്. കാരണം എരമല്ലൂരിലുള്ളതാകുന്ന ആളുകൾ മാത്രമല്ല, എരമത്തൂരിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പരിസരങ്ങളിലുള്ളതാകുന്ന വിശ്വാസികൾ മാത്രമല്ല, ഇതിൻ്റെ പരിസരങ്ങളിലുള്ളതാകുന്ന ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാർ മാത്രമല്ല, നിന്നെ അറിയുന്നവരായിട്ടുള്ള നിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞുപോയ സമൂഹവും വരാനിരിക്കുന്ന ജനകോടികളും ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തന്തി വിശ്രമം ചെയ്യുന്ന കോടാനുകോടി ജനങ്ങളും ഇനി വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരും നിലകൊള്ളുന്ന മഹ്ശറയിൽ നിന്റെ കിതാബങ്ങ് വായിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, നീ ചെയ്ത നീചകൃത്യങ്ങൾ, നീ ചെയ്ത തമ്മാടിത്തരങ്ങൾ, നീ ചെയ്ത മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നീ പാതിരാത്രി സമയത്ത് കണ്ടതാടുമ്പോൾ ഇളിഭ്യനാകില്ലേ മുസ്ലിമേ? ഏറ്റവും വലിയ മോശപ്പെട്ട മതല്ലേ മറ്റൊരാൾ കാണുകയെ തെറ്റ് ചെയ്യാൻ മടിക്കുന്ന നമ്മൾ? ഒരാൾ നമ്മുടെ മുന്നിൽ നിപ്പുണ്ട് എങ്കിൽ സിഗരറ്റ് വലിക്കാൻ മടിക്കുന്നതാകുന്ന ചെറുപ്പക്കാരാണ്, കള്ളു കുടിക്കാൻ മടിക്കുന്ന ചെറുപ്പക്കാരാണ്. എന്നാൽ കോടാനുകോടി ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിന്റെ നന്മത്തിന്മകളെ മുഴുവനും വായിക്കുകയാണ്. അതിൽ നന്മകൾ നന്നേ കുറവാണ്. കാരണം സുബഹി നിനക്ക് കറക്റ്റല്ല. ഇരമല്ലിക്കുമ്പോൾ നിന്നെ എവിടെ എറിയണമെന്ന് റബ്ബ് തീരുമാനിക്കും. വംതാസുൽ ലൗമ അയ്യുഹൽ മുജ്രിമൂൻ, നിങ്ങളൊന്ന് മാറി നിൽക്കണേ തമ്മാടികളെ. നിങ്ങളെ ഇതാ നരകത്തിന്റെ വിറകുള്ളുകളായി അള്ളാഹു ചെയ്യിച്ചിരിക്കുകയാണ്. ചില ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലാക്കിയിട്ടുണ്ട്. കാരണം അവർ ദുനിയാവിൽ മോശപ്പെട്ടതാകുന്ന ജീവിതം നയിച്ചവരാണ്. ഒരുപാട് വഅദുകൾ വർഷം തോറും കേട്ടിട്ട് പോലും ഒരു മാറ്റത്തിന് ജീവിതത്തിൽ തിരികൊളുത്താത്തവരാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവർ മാറ്റത്തിന് തിരികൊളുത്തിയവരാണ്. അവർക്കിവിടെ കത്തിച്ചു വെച്ച ട്യൂബ് ലൈറ്റിനേക്കാൾ, ഇവിടെ പ്രകാശിക്കുന്ന ലൈറ്റുകളേക്കാൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഈമാനികമാകുന്ന പ്രഭ ചൊരിഞ്ഞവരാണ്. അവർക്ക് നന്നാകണമെന്നുള്ള ചിന്തയുള്ളവരാണ്. അവർ സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ നാളെ മുതൽ അവ്വൽ വഖത്തിൽ മകനെയും കൂട്ടി വരണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഭർത്താവ് ഗൾഫിലാണ്, എൻ്റെ മകനെ പള്ളിയിൽ വിടണമെന്ന് ചിന്തിക്കുന്ന ഉമ്മയാണ്. എനിക്ക് നാളെ മുതൽ അവ്വൽ വഖത്തിൽ എൻ്റെ മകളോടൊപ്പം എഴുന്നേക്കണം, സുബഹി നമസ്കരിക്കണമെന്നുള്ള ചിന്തയുള്ളതാകുന്ന ഉമ്മയാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ചിന്തിക്കണേ എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, റഖീബ് അതീദ് എന്ന് പറയുന്ന മലക്കുകൾ നിനക്കുള്ള രണ്ടാമത്തെ ക്യാമറയാണ് എങ്കിൽ മൂന്നാമത്തെ ക്യാമറ ആ മലക്കുകളെ അള്ളാഹു ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ക്യാമറ റഖീബ് അതീദ് അലൈഹിമുസ്സലാം അടക്കമുള്ള മലക്കുകളെ അള്ളാഹു ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവര് മാറും. എപ്പോഴൊക്കെ മാറും? ഓവർ ടൈമില്ല, എല്ലാവർക്കും കറക്റ്റായിട്ട് ഡ്യൂട്ടി കൊടുക്കുക. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? ഇവർക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ. അവരോടൊപ്പമുള്ളതാകുന്ന മലക്കുകളെ അള്ളാഹു ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മലക്കുകൾക്ക് ക്ഷീണമില്ല, ഭക്ഷണം കഴിക്കണ്ട, ഒന്നും വേണ്ട, ഉറക്കം വേണ്ട, ഒന്നുമില്ല. അങ്ങനത്തെ സൃഷ്ടിപ്പാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോടുള്ള ബഹുമാന ആദരവുകൾ സൂചകമായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും മലക്കുകളെ. സുബഹിക്ക് ഒരു വിഭാഗം മലക്ക് വരും, എന്നിട്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നവരോടൊപ്പം അവർ ജമാഅത്തിൽ പങ്കാളികളാവും. സുബഹി നിസ്കരിക്കും, ജമാഅത്തിലുണ്ടാവും ആ മലക്കുകൾ. സുബഹി കഴിഞ്ഞാൽ ഉടനെ അവർ എല്ലാ നന്മത്തിനുമുകൾ രേഖപ്പെടുത്താൻ തുടങ്ങും. ഏതുവരെ? ഇലൽ അസ്രി, അസ്ർ വരെ ഈ മലക്കുകൾ രേഖപ്പെടുത്തും. അസ്ർ നിസ്കാരാകുമ്പോ മറ്റൊരു വിഭാഗം മലക്ക് വരും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ വന്നിട്ടോ അവർ ഇവരോടൊപ്പം തന്നെ മോമിനികളാകുന്ന ആളുകൾ പള്ളിയിലുണ്ട്. അസ്ർ നിസ്കരിക്കാൻ വന്നവർ, ആ അസ്ർ നിസ്കരിക്കാൻ വന്നവരോടൊപ്പം ഇവരും അസ്ർ നിസ്കരിക്കും.
സുബഹിക്ക് വന്ന് നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളും ആ ജമാഅത്തിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അസ്ർ നിസ്കരിക്കും. അസ്ർ നിസ്കാരം കഴിയുമ്പോൾ ഈ മലക്കുകൾ റിക്കാർഡൊക്കെ ഇവരുടെ ഏൽപ്പിച്ചിട്ട് സുബഹിക്ക് വന്നതാകുന്ന മലക്കുകൾ നേരെ റബ്ബിലേക്ക് എടുക്കലേക്കും അള്ളാഹുവിൻ്റെ അടുക്കലേക്കും. അസറിന് വന്ന മലക്കുകൾ അവിടുന്ന് പിന്നെ പണി തുടങ്ങാൻ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന പരിപാടി അവർ സുബഹി വരെ രേഖപ്പെടുത്തും. സുബഹി ആകുമ്പോൾ അടുത്ത മറ്റൊരു വിഭാഗം മലക്ക് വരും. എന്നിട്ട് ഈ മലക്കുകളുമായിട്ട് ഒന്നിച്ച് മോമിനീങ്ങളോടൊപ്പം തന്നെ സുബഹിക്ക് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിയുമ്പോൾ റിക്കാർഡൊക്കെ കൈമാറി വീണ്ടും അവർ തുടങ്ങും. ഇങ്ങനെ റൊട്ടേറ്റാണ്, ഇതിങ്ങനെ റൊട്ടേറ്റ് നടന്നുകൊണ്ടേയിരിക്കാൻ സുബഹിയും അസറും. അതുകൊണ്ടാണ് മറ്റുള്ള വക്കത്തുകളെക്കാൾ ശ്രേഷ്ഠതയാണ് ഏത്? സുബഹിയും അസറും. അസറിനെയാണ് അങ്ങനെ ഉണ്ട്. ചില ഹദീസുകൾ അങ്ങനെയുണ്ട്. അസറിന്റെ ശ്രേഷ്ഠത അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലിഴഞ്ഞു വരുമായിരുന്നു. ഹദീസുണ്ട് അങ്ങനെ.